നമ്മളിന്ന് നോക്കുന്നത് ചാന്ദ്രദിനം ക്വിസ് മോക്ക് ടെസ്റ്റ് ആണ്. ശരിയുത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര കറക്റ്റ് ആൻസർ കിട്ടിയിരുന്നുവെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രനിൽ ആദ്യമായി കാൽ കുത്തിയ മനുഷ്യൻ ആരാണ്? യൂറി ഗഗാറിൻ, നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൾഡ്രിൻ. ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നീൽ ആംസ്ട്രോങ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1969 ജൂലൈ 21. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, ടൈറ്റൻ. ആൻസർ ഓപ്ഷൻ ഡി, ടൈറ്റൻ. ചന്ദ്രനിൽ നിന്നും പ്രതിഫലിക്കുന്ന പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്, 1.4 സെക്കൻഡ്, 2.1 സെക്കൻഡ്, 2.4 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ എ 1.3 സെക്കൻഡ്. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്? 58%, 59%, 50%, 51%. ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് 59%. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യത്തിൻ്റെ പേരെന്താണ്? അപ്പോളോ, ആർട്ടമിസ്, ലൂണ, ചന്ദ്രയാൻ. ആൻസർ ഓപ്ഷൻ ഡി, ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? എം വനിത, എസ് അരുൺ, ഡോക്ടർ എം അണ്ണാദുരൈ, ഡോക്ടർ പി വീരമുത്തുവേൽ. ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ എം അണ്ണാദുരൈ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 2008 ഒക്ടോബർ 22. മൂൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചന്ദ്രമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വി നാരായണൻ, ഡോക്ടർ എം അണ്ണാദുരൈ, എസ് അരുൺ, ഡോക്ടർ പി വീരമുത്തുവേൽ. ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ എം അണ്ണാദുരൈ. സൂര്യനിൽ നിന്നും ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? സൂര്യനിൽ നിന്നും ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 8.2 മിനിറ്റ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ബുധൻ, ശുക്രൻ, ശനി, ചൊവ്വ. ആൻസർ ഓപ്ഷൻ ഡി, ചൊവ്വ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ വിക്രം സാരാഭായ്, ഡോക്ടർ എസ് സോമനാഥ്, ഡോക്ടർ എം അണ്ണാദുരൈ, ഡോക്ടർ വി നാരായണൻ. ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ വിക്രം സാരാഭായ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ, ഡോക്ടർ എസ് സോമനാഥ്, ഡോക്ടർ കെ ശിവൻ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ. ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ വി നാരായണൻ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ്? റഷ്യ, ഇന്ത്യ, ചൈന, അമേരിക്ക. അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അമേരിക്ക. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആസ്ട്രോണമി, പെഡോളജി, ഓർണിത്തോളജി, സെലനോളജി. ആൻസർ ഓപ്ഷൻ ഡി, സെലനോളജി.
ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 2023 ജൂലൈ 14. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1, ഭാസ്കര 1, ആര്യഭട്ട, കാർട്ടോസാറ്റ്. ആൻസർ ഓപ്ഷൻ സി ആര്യഭട്ട. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ്? വാലന്റീന തെരസ്കോവ, കൽപ്പന ചൗള, സുനിത വില്യംസ്, ക്രിസ്റ്റീന കോച്ച്. ആൻസർ ഓപ്ഷൻ എ വാലന്റീന തെരസ്കോവ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ബുധൻ, വ്യാഴം, ചൊവ്വ, ശനി. ആൻസർ ഓപ്ഷൻ ബി വ്യാഴം. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്, സുനിത വില്യംസ്, കൽപ്പന ചൗള, വാലന്റീന തെരസ്കോവ. ആൻസർ ഓപ്ഷൻ സി കൽപ്പന ചൗള. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1969 ഓഗസ്റ്റ് 15. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ്? ചൊവ്വ, ശുക്രൻ, ചന്ദ്രൻ, ബുധൻ. ആൻസർ ഓപ്ഷൻ സി ആണ് ചന്ദ്രൻ. ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഏത് ഇന്ത്യൻ ബഹിരാകാശ പേടകമാണ്? ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ആര്യഭട്ട, ഭാസ്കര. ആൻസർ ഓപ്ഷൻ എ ചന്ദ്രയാൻ 1. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരാണ്? നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, രാകേഷ് ശർമ്മ, യൂറി ഗഗാറിൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂറി ഗഗാറിൻ. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 12, 13, 14, 15. ആൻസർ ഓപ്ഷൻ ബി 13. അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.